15-ാം വയസ്സിൽ നിങ്ങൾ വൈകാരികമായ കുരുക്കിലകപ്പെട്ടാൽ അത് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ഭരിക്കും. 25 വയസ്സാവുമ്പോഴേക്കും ഒരുപാട് പങ്കാളികളുമായി ബന്ധമുണ്ടാകുന്നത് ചില മാനസിക വിഷമങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കും. ശരീരം തുറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അത് കാര്യങ്ങൾ ഓർത്തുവെക്കും. ജീവിതത്തിന്റെ പൂർണ്ണമായ കഴിവുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ കഴിയില്ല, നിങ്ങൾ ശരീരത്തെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലാക്കിയാൽ. നമസ്കാരം സദ്ഗുരു. കൗമാരപ്രായത്തിൽ തന്നെ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അവരെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇതിൽ മാതാപിതാക്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നോക്കൂ, ഒരാളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ, ഉദാഹരണത്തിന് അവർ പഠനത്തിനായി സ്കൂളിലോ കോളേജിലോ പോകുന്നു. പക്ഷേ ഒരിക്കൽ ഈ ഒരു ദിശയിലേക്ക് പോകുമ്പോൾ, അതായത് 15 വയസ്സിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ വൈകാരികമായോ ശാരീരികമായോ ഇതിലൊക്കെ പെട്ടുപോയാൽ അത് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ഭരിക്കും. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇതിനെ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല, മുഴുവനും അതായി മാറും. സ്വയം വളരേണ്ട സമയത്ത് എന്തായാലും നിങ്ങൾ അതിനായി സ്വയം നിക്ഷേപിക്കുകയാണ്, അല്ലേ? ഒരു നിശ്ചിത പ്രായം വരെ സ്വയം പടുത്തുയർത്തേണ്ട സമയമാണിത്. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു നിലയിലെത്താൻ കഴിയൂ. അതിനുശേഷം ജീവിതം മറ്റൊരു രീതിയിലായിരിക്കും. തികച്ചും ഭൗതികമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആത്മീയതയെ മാറ്റി നിർത്താം. ഒരു മനുഷ്യൻ എന്ന നിലയിൽ കുറച്ച് കഴിവുകളും പ്രാപ്തിയും ഒക്കെ നേടി മാന്യമായ രീതിയിൽ ജീവിക്കാൻ, ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നവർ വളരെ കുറവാണ്. മറ്റുള്ളവരൊക്കെ പതറിപ്പോകും. അമേരിക്കയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ എത്ര ശതമാനം പേർ സർവകലാശാലയിൽ എത്തുന്നുണ്ട്? അത് വളരെ കുറവായിരിക്കും. വളരെ കുറവാണ്. കൃത്യമായ കണക്കെനിക്കറിയില്ല, പക്ഷേ അത് കുറവാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇന്നത്തെ യുവാക്കളെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവരുടെ ശതമാനം വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇത് വെറുമൊരു ചെറിയ സംഖ്യയല്ല. എല്ലാ കാലത്തും എല്ലായിടത്തും ചില കുരുത്തക്കേടുകളൊക്കെ ഉണ്ടാകും. കൗമാര ജീവിതത്തിലെ ഒരു വിപ്ലവകരമായ വശമാണത്. അതെപ്പോഴും ഉണ്ടാകും. അതൊരു ചെറിയ വിഭാഗമായിരിക്കും. എന്നാൽ ആ വിഭാഗം വലുതാകുമ്പോൾ അതൊരു ആശങ്ക തന്നെയാണ്. ഒരു സമൂഹത്തിന്, ഒരു രാജ്യത്തിന് അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ രാജ്യം അഭിവൃദ്ധിപ്പെടില്ല. എനിക്ക് കൃത്യമായ കണക്കുകൾ അറിയില്ല, പക്ഷേ പല രീതിയിലും അമേരിക്ക ആ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള യോഗ്യരായ ആളുകളെ കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത 25 വർഷത്തിനുള്ളിൽ ഒന്നിനും കൊള്ളാത്ത ഒരു തലമുറയായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇവിടെ റാപ്പ് സംഗീതജ്ഞരും ബാസ്കറ്റ്ബോൾ കളിക്കാരും മാത്രമേ ഉണ്ടാകൂ. വേറെ ആരും ബാക്കിയുണ്ടാവില്ല. കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ആ ദിശയിലേക്കാണ് നീങ്ങുന്നത്. ബാസ്കറ്റ്ബോൾ കളിക്കാരെയും റാപ്പർമാരെയും മസാജ് തെറാപ്പിസ്റ്റുകളെയും മാത്രം വെച്ച് നിങ്ങൾക്കൊരു രാജ്യം പടുത്തുയർത്താൻ കഴിയില്ല. ശരിയല്ലേ? എനിക്ക് അവരോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഒരു ജനതയിലെ ഭൂരിഭാഗം ആളുകളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് പകരം വെറും സുഖലോലുപതയിലേക്ക് മാത്രം തിരിയുകയാണെങ്കിൽ ആ സമൂഹവും രാജ്യവും തീർച്ചയായും കഷ്ടപ്പെടും. ഈ രാജ്യം നിർഭാഗ്യവശാൽ ആ വഴിയിലാണ്. കുറച്ച് തലമുറകൾ ചേർന്ന് കെട്ടിപ്പടുത്ത ഒരു മഹത്തായ രാജ്യം ഇപ്പോൾ എങ്ങോട്ടോ പോവുകയാണ്. അത് വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുക, അത് വേറെ കാര്യം. ഇത് ഒരാളുടെ ഊർജ്ജത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പലതവണ ഇത് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശരീരവും മനസ്സും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പലരും അങ്ങനെയാണ് അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെങ്കിലും ഇതിലേതിനാണ് കൂടുതൽ ഓർമ്മശക്തിയുള്ളത്? ശരീരത്തിനോ അതോ മനസ്സിനോ? മനസ്സിനേക്കാൾ ലക്ഷം കോടി മടങ്ങ് ഓർമ്മശക്തി നിങ്ങളുടെ ശരീരത്തിനുണ്ട്. നോക്കൂ, നിങ്ങളുടെ മുതുമുത്തശ്ശിയുടെ മൂക്കാണ് ഇപ്പോൾ നിങ്ങളുടെ മുഖത്തിരിക്കുന്നത്. നിങ്ങളുടെ മുത്തശ്ശിയെക്കുറിച്ച് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഓർമ്മയുമുണ്ടോ? ഇല്ല. ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികർ എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അതെല്ലാം ഈ ശരീരത്തിനുണ്ട്. ശരീരം ഇന്നും അതൊക്കെ ഓർക്കുന്നു. ശരീരത്തിന് ഭീമമായ അളവിൽ കാര്യങ്ങൾ ഓർത്തുവെക്കാൻ കഴിയും. അപ്പോൾ ശരീരത്തിൻ്റെ ചില വശങ്ങൾ ഇപ്പോൾ സ്പർശയോഗ എന്ന് പറയുന്ന ഒന്നുണ്ട്. സ്പർശയോഗ എന്നാൽ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള യോഗയാണ്. മനസ്സിലായോ? ഞാൻ ഇതിൽ തൊട്ടാൽ ഇപ്പോൾ സത്യത്തിൽ നിങ്ങൾക്കും ഇത് ഓർമ്മയുണ്ടാകും. നിങ്ങളിത് യോഗയാക്കി മാറ്റിയില്ല എന്ന് മാത്രം. നിങ്ങൾ ഇപ്പോൾ ഈ ഫർണിച്ചറിൽ തൊടുന്നു.
ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ട് വീണ്ടും ഇതിൽ തൊടാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഇത് ആ പഴയ ഫർണിച്ചർ തന്നെയാണ്. ശരിയല്ലേ? Yes or no? You cannot? Can you or can't you? നിങ്ങൾക്ക് കഴിയും. സ്പർശനത്തിന് ഒരു ഓർമ്മയുണ്ട്. അതുകൊണ്ട് സ്പർശനത്തിൻ്റെ ഈ ഓർമ്മ ഉപയോഗിക്കുന്ന ഒരു യോഗ സമ്പ്രദായം തന്നെ ഉണ്ട്. അവർ ചെയ്യുന്നത് പോയി ഒരു പാറയിൽ തൊടുക, അല്ലെങ്കിൽ ഒരു മരത്തിൽ തൊടുക. മരത്തെ സ്നേഹിക്കുകയല്ല, നിങ്ങളിത് മനസ്സിലാക്കണം. അതൊരു വൈകാരിക കാര്യമാണ്. വെറുതെ ആ മരത്തിലൊന്ന് സ്പർശിക്കുക. ഭാവസ്പന്ദന പോലുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സ്പർശനത്തെ വളരെ ശക്തമായ രീതിയിലാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. വെറുതെ ഒന്ന് തൊടുക. ആ സ്പർശനത്തിൻ്റെ അനുഭൂതിയും ഊർജവും ബോധപൂർവം ഓർത്തുവെക്കുക. അത് വലിയ മാറ്റമുണ്ടാക്കും. ആളുകൾ ആ ഹോളിനുള്ളിൽ കരയുന്നതും ഉരുളുന്നതും ചാടുന്നതുമൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം, വെറുമൊരു സ്പർശനം കൊണ്ട്. ഇതാണ് സ്പർശയോഗ. യോഗയിൽ ഇത്തരമൊരു തലം തന്നെയുണ്ട്. അപ്പോൾ ശരീരത്തിന് ഓർമ്മിച്ചു വയ്ക്കാൻ വലിയൊരു കഴിവുണ്ട്. പ്രത്യേകിച്ച് അത് ചില രീതിയിൽ തുറക്കപ്പെടുമ്പോൾ. ലളിതമായി പറഞ്ഞാൽ, ലൈംഗികത എന്നത് മറ്റൊരു സാധ്യതയ്ക്കായി നിങ്ങളുടെ ശരീരം തുറന്നുകൊടുക്കുന്ന ഒന്നാണ്. ശരീരം ഇങ്ങനെ തുറന്നു നിൽക്കുമ്പോൾ അത് ഓർത്തുവയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വെറുതെ തെരുവിലൂടെ നടക്കുമ്പോൾ ഓർത്തുവയ്ക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ സംസ്കാരം പ്രധാനമായും ലക്ഷ്യം വെച്ചിരുന്നത്. ഇപ്പോഴല്ല, ഇപ്പോൾ ഞങ്ങളും We are going as wacky as you are. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംസ്കാരം ആത്മീയ വിമോചനത്തെ മുൻനിർത്തിയുള്ളതായിരുന്നു. എല്ലാം തന്നെ മുൻ തലമുറകളിൽ ഇത് എപ്പോഴും നമ്മോട് പറഞ്ഞു തരുമായിരുന്നു. ഈ തലമുറ അത് മറന്നുപോയി. പ്രത്യേകിച്ച് ശരീരം തുറന്നുവെച്ച് നാം ചെയ്യുന്ന കാര്യങ്ങൾ, ആഹാരം കഴിക്കൽ, ലൈംഗികത, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലായിടത്തും ചെയ്യില്ല. സമ്പർക്കം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പരമാവധി കുറയ്ക്കുന്നു. കാരണം ശരീരം തുറക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ അത് കാര്യങ്ങൾ ഓർത്തുവെക്കും. അത് എല്ലാ വശങ്ങളും ഓർമ്മിക്കും. നോക്കൂ, ഇന്നും ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഞങ്ങളെപ്പോഴും ഒരു തരം ഭക്ഷണം മാത്രമേ കഴിക്കൂ. മനസ്സിലായോ? 10 തരം ഭക്ഷണമൊന്നും കഴിക്കില്ല. കാരണം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യം മാത്രം കഴിക്കാനാണ്. അതിൽ 2 or 3 കൂട്ടുകൾ ഉണ്ടായേക്കാം, പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഭവം മാത്രം. നിങ്ങൾ പല പല വിഭവങ്ങൾ കഴിക്കില്ല. ഇന്നെല്ലാം ബുഫേ ഡിന്നറുകളാണ്. അവിടെ പോയി 25 തരം സാധനങ്ങളുണ്ടാകും. 25 വിഭവങ്ങളും കുറേശ്ശെ എടുത്ത് നിങ്ങൾ കഴിക്കുന്നു. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. 25 വിഭവങ്ങൾ കഴിക്കുക. Okay. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് അന്ന് രാത്രിയും പിറ്റേന്ന് രാവിലെയും ഒന്ന് ധ്യാനിച്ചു നോക്കൂ. അതെങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് നോക്കൂ. നാളെ നിങ്ങൾ വളരെ ലളിതമായ ഭക്ഷണം കഴിക്കൂ. വേവിച്ച ഭക്ഷണം തന്നെ, അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട. ആ ഭക്ഷണം ഒരു വിഭവം മാത്രം കഴിക്കുക. അതെങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് നോക്കൂ. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ വലിയ മാറ്റമുണ്ടാകും. ദഹനസംബന്ധമായ കാര്യങ്ങൾ മാത്രമല്ല, ഊർജത്തിൻ്റെ തലത്തിലും വലിയ വ്യത്യാസം തോന്നും. പലതരം ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഇത്രയും വലിയ മാറ്റമുണ്ടാക്കുന്നുണ്ടെങ്കിൽ 25 വയസ്സിനുള്ളിൽ ഒരുപാട് പങ്കാളികളുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നത്, നിങ്ങളുടെ ശരീരം അത്തരത്തിൽ തുറക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം ഓർമ്മകൾ ബാക്കി വയ്ക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഓർമ്മകൾ നിങ്ങളെ ഒരു കുഴിയിൽ കൊണ്ടുചെന്നെത്തിക്കും. അതിൽ നിന്നും പുറത്തു കടക്കാൻ വലിയ പ്രയത്നം തന്നെ വേണ്ടിവരും. അത് നിങ്ങളെ ചില മാനസിക അസ്വസ്ഥതകളിലേക്ക് നയിക്കും. ശാരീരികവും മാനസികവും വൈകാരികവുമായ അസ്വസ്ഥതകളുണ്ടാകും. ഓരോ വ്യക്തിക്കും ഇത് ഓരോ അളവിലായിരിക്കും അനുഭവപ്പെടുക. അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരാളുടെ സഹജമായ കരുത്ത് എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് പല തലങ്ങളിൽ നിന്നും വരുന്നതാണ്. ഒരേ സാഹചര്യം വന്നാലും ഓരോരുത്തരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വ്യത്യസ്തമായിരിക്കും. അല്ലേ? ഒരു കൊതുക് കടിച്ചാൽ ഇപ്പോൾ 100 കൊതുകുകൾ വന്ന് നിങ്ങളെ ഓരോരുത്തരെയും കടിച്ചാൽ ആ കടി കൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വ്യത്യസ്തമായിരിക്കും. ശരിയല്ലേ? Isn't it so? ഇത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒരു കൊതുകുകടിയോട് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കിയാൽ എനിക്കറിയാൻ കഴിയും. നിങ്ങളുടെ മുത്തശ്ശന്മാർ ആരായിരുന്നു, നിങ്ങളുടെ പൂർവികർ ആരായിരുന്നു, നിങ്ങൾ എങ്ങനെ ജീവിച്ചു, എങ്ങനെ ജനിച്ചു, എങ്ങനെ മരിക്കുമെന്ന് വരെ. സത്യമാണ്, ഞാൻ തമാശ പറയുകയല്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ അപേക്ഷിച്ച് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കിയാൽ ഇത് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ കർമ്മപരമായ ഓർമ്മയെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ പ്രതികരണം.
ഈ പ്രതികരണം വെറുമൊരു ശാരീരിക പ്രതികരണം മാത്രമല്ല, ശരീരം തന്നെ പല തലങ്ങളിൽ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ഒരേ കൊതുക് കടിക്ക് ഓരോരുത്തരുടെയും ശരീരം പല രീതിയിലല്ലേ പ്രതികരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് കൊതുക് കടിയേറ്റാൽ അലർജിയാണെന്ന്. ഇത് ജീവിതത്തെ വളരെ ഉപരിപ്ലവമായി കാണുന്ന രീതിയാണ്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളും ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ചിലർ പറയും ഞാനിതൊക്കെ അനുഭവിച്ചാണ് ഞാൻ സുഖമായി ജീവിക്കുന്നുവെന്ന്. സാധ്യമാണ്, ഒരു തലത്തിൽ നിങ്ങൾ സുഖമായിരിക്കാം. പക്ഷേ എല്ലാവർക്കും ഇതിനെ ഒരേപോലെ നേരിടാൻ കഴിയുകയില്ല. അതിലുപരി ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ രീതിയിൽ വളരാൻ കഴിയുമായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സ്വയം താഴേക്ക് പോയി മറ്റൊരാളേക്കാൾ അല്പം മെച്ചമാണെന്ന് കണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നു. അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഒരു തെങ്ങോ അല്ലെങ്കിൽ മറ്റൊരു മരമോ വളരേണ്ടത് അത്രയും ഉയരത്തിലേക്കാണ്. നിങ്ങൾ ഈ കുറ്റിച്ചെടിയേക്കാൾ അല്പം ഉയരത്തിൽ വളർന്നിട്ട് നിങ്ങൾ വലിയ ആളാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ജീവിതത്തിൻ്റെ പൂർണ്ണമായ കഴിവുകൾ പുറത്തെടുക്കാൻ കഴിയില്ല. നിങ്ങൾ അനാവശ്യമായ ഓർമ്മകൾ കൊണ്ട് ശരീരത്തെ കുഴപ്പത്തിലാക്കുകയാണെങ്കിൽ. ഇതുകൊണ്ടാണ് പ്രത്യേകിച്ച് കുട്ടികൾ അവർ വളരെ തുറന്നിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതി നിശ്ചയിച്ചത്. പാരമ്പര്യമായി 12 വയസ്സ് വരെ കുട്ടികളെ ഒന്നും പഠിപ്പിക്കാറില്ല. ഇന്നതിന് കഴിയില്ല. വിദ്യാഭ്യാസം സർക്കാർ നിർബന്ധിതമാക്കി. 6 വയസ്സിൽ പഠനം തുടരണം, അല്ലെങ്കിൽ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോൾ വിദ്യാഭ്യാസം നിർബന്ധമാണ്. 5 വയസ്സും 10 മാസവും ആകുമ്പോൾ കുട്ടിയെ സ്കൂളിൽ വിട്ടില്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും, കുട്ടിയെ നിങ്ങൾ സ്കൂളിൽ വിടാത്തതുകൊണ്ട്. Okay. പക്ഷേ പാരമ്പര്യമായി കുട്ടികൾക്ക് 12 വയസ്സാകുന്നതുവരെ അവരെ ഒന്നും തന്നെ പഠിപ്പിക്കാറില്ല. കാരണം അവരുടെ ഓർമ്മ സംവിധാനത്തെ ശല്യപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരെ വെറുതെ വിടണം. ശരീരം വളരട്ടെ, തലച്ചോർ വളരട്ടെ, വിവരങ്ങൾ പിന്നെ നൽകാം. കുട്ടികളെ ബോധപൂർവം വളർത്തണമെങ്കിൽ, ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കേണ്ടി വരും. അത് അസാധ്യമാണ്. കാരണം ലോകം എങ്ങോട്ടോ പോയി കഴിഞ്ഞു. പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ജീവിതത്തിന് എതിരായ ഒരു വഴിയിലാണ്. മറ്റുള്ളവരും വേഗത്തിൽ അവരെ പിന്തുടരുന്നു. ഇന്ത്യൻ നഗരങ്ങളും ഒട്ടും പിന്നിലല്ല. രാജ്യം മുഴുവൻ മാറിയിട്ടില്ലെങ്കിലും നഗരപ്രദേശങ്ങൾ അമേരിക്കക്കാരേക്കാൾ വലിയ അമേരിക്കക്കാരായി മാറുകയാണ്. അവർ മാക്ഡൊണാൾഡ്സിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ മാതൃക ഇതായി മാറിയിരിക്കുന്നു. ഇതാണ് ശരിയായ വഴിയെന്ന് കരുതി എല്ലാവരും അങ്ങോട്ടേക്ക് ഓടുകയാണ്. നിർഭാഗ്യവശാൽ അവരിവിടെ എത്തും. പക്ഷേ ഓരോരുത്തരും മക്കളെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ വളരെ കുറച്ചു മാത്രമാണ്. കാരണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മക്കളെ സ്വാധീനിക്കുന്നത്. നിങ്ങളുടെ സ്വാധീനം വെറും 10% മാത്രമേ കാണൂ. ബാക്കി 90% വരുന്നത് പുറത്തുനിന്നാണ്. അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ അല്പം കുറയ്ക്കാവുന്നതാണ്. നിങ്ങൾ അല്പം കൂടി മെച്ചപ്പെടുകയോ നിങ്ങളുടെ സാന്നിധ്യം വലുതാവുകയോ ചെയ്താൽ അതുകൊണ്ട് അവരിൽ കുറച്ചുകൂടി സ്വാധീനമുണ്ടാക്കാം. കൂടുതൽ സമയം ഒപ്പം ഉണ്ടെങ്കിൽ അവരെ സ്വാധീനിക്കാമെന്ന് ആളുകൾ കരുതുന്നു. ഒരിക്കലുമില്ല. ഞാൻ പറയാം, മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ നോക്കിയാൽ അവർ നിങ്ങളുടെ ശത്രുക്കളായി മാറിയേക്കാം. അതെ, സമയം എത്രത്തോളം ഉണ്ട് എന്നല്ല, നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്നതാണ് പ്രധാനം. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കവരെ സ്വാധീനിക്കാൻ കഴിയും. അല്ലാതെ അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ലാത്തപ്പോൾ നിങ്ങൾ കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിച്ചാൽ നിങ്ങളോടുള്ള അവരുടെ വെറുപ്പ് കൂടുകയുള്ളൂ. Yes. Many relationships are sustained because that, one person is traveling. Am I saying bad things? അതുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നതല്ല പരിഹാരം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുത്തണം. കുട്ടികൾ നിങ്ങളിൽ ആകൃഷ്ടരാകണം. നിങ്ങളുടെ സ്വഭാവത്തിൽ അവർക്ക് മതിപ്പ് തോന്നിയാൽ അപ്പോൾ നിങ്ങൾക്കവരെ സ്വാധീനിക്കാൻ കഴിയും. അല്ലാതെ പുറത്തെ കൂട്ടുകാരെ കണ്ടാണ് അവർക്ക് മതിപ്പ് തോന്നുന്നതെങ്കിൽ അവർ ആ വഴിക്ക് പോകും. അപ്പോൾ വിദ്യാഭ്യാസ രീതികളും ഇത് ഒരു കാര്യം മാത്രം മാറ്റിയാൽ പോരാ. ഞാൻ ഇൻ്റർനെറ്റിൽ എന്തോ തിരയുകയായിരുന്നു. അപ്പോൾ ഞാനൊരു പരസ്യം കണ്ടു. ഞാൻ ഒരു ഉപകരണം നോക്കുകയായിരുന്നു. ഓക്കെ, അത് ചെറിയൊരു സ്പാനർ പോലുള്ള ഒരു മെറ്റൽ ഉപകരണത്തിൻ്റെ പരസ്യമാണ്. ഓക്കെ,
ആ സ്പാനറിന്റെ പരസ്യത്തിൽ ഒരു സ്ത്രീ ബിക്കിനി ധരിച്ച് നിൽക്കുകയാണ്. ആ സ്പാനറും സ്ത്രീയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ ബിക്കിനിയാണ് ധരിച്ചിരിക്കുന്നത്. നിയമപരമായി ഇതിൽ കൂടുതൽ പറ്റാത്തതുകൊണ്ടാകാം. അല്ലെങ്കിൽ അവർ അതും അഴിച്ചു മാറ്റി അവിടെ നിന്നേനേയും. എന്തിനാണ് ഒരു സ്പാനർ വിൽക്കാൻ? ഒരു സ്പാനർ വിൽക്കാനായി ഒരു നഗ്നയായ സ്ത്രീയുടെ ആവശ്യമുണ്ട്. ഇതെങ്ങനെ വിൽപ്പന കൂട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് വെറുമൊരു ശരീരപ്രദർശനം മാത്രമല്ല. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇത് പെട്ടെന്നുണ്ടായ ഒന്നല്ല. സന്തോഷകരമായ ജീവിതം എന്നു പറഞ്ഞാൽ 50കളിലെയും 60കളിലെയും എല്ലാ സിനിമകളും നോക്കൂ. അവസാനം എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്ത്രീയും പുരുഷനും കൈകോർത്ത് നടന്നു പോകുന്നു. പിന്നെ അവർ സുഖമായി ജീവിച്ചു. അവർ എങ്ങനെ ജീവിച്ചു എന്ന് നമുക്കറിയില്ല. സിനിമയുടെ അവസാന രംഗത്ത് അവർ കൈകോർത്ത് പിടിച്ച് നടന്നു പോകുന്നു. ഇതാണ് ജീവിത ലക്ഷ്യം എന്നാണ് നമ്മൾ കരുതുന്നത്. ഈ ചിന്താഗതി മാറണം. നമ്മുടെ അടിസ്ഥാനപരമായ ചിന്ത, അതെ, നമുക്ക് ബന്ധങ്ങൾ വേണം, നമുക്ക് ആവശ്യങ്ങളുണ്ട്, പക്ഷേ ഇതല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ഒരു കാര്യം വലിയ രീതിയിൽ സമൂഹം തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിനൊരുപാട് സമയമെടുക്കും. അതിനടുത്തൊന്നും എത്തിയിട്ടില്ല. എങ്കിലും നല്ലൊരു ലക്ഷ്യത്തിനായി ശ്രമിക്കുന്നതിൽ തെറ്റില്ല. അതിന് 1,00,000 വർഷങ്ങളെടുത്തേക്കാം. നമ്മുടെ ജീവിതത്തിലെങ്കിലും അത് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ബോധപൂർവം സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു സ്പാനർ വിൽക്കുന്നത് മുതൽ നിങ്ങളുടെ വീട്ടിലെ പെരുമാറ്റം വരെ, നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്നതുവരെ, നിങ്ങൾ തന്നെ ഹോർമോണുകളാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലിരുന്നിട്ട് കൗമാരക്കാരായ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ അങ്ങനെയാകണം ഇങ്ങനെയാവണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം നോക്കൂ, ഒരു വ്യക്തിഗത മനുഷ്യനിൽ സംസ്കാരം ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അതിൽ നിന്ന് സ്വതന്ത്രരാകാൻ കുറച്ച് ആളുകൾക്ക് മാത്രമേ കഴിയൂ. വളരെ കുറച്ച്. മറ്റുള്ളവരൊക്കെ വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവരാണ്. പുതിയൊരു സംസ്കാരം സൃഷ്ടിക്കാൻ കുറച്ചു പേർക്കേ കഴിയൂ. ബാക്കിയുള്ളവരൊക്കെ സാഹചര്യങ്ങളുടെ ഇരകളാണ്, അല്ലേ? ഒരു ദിവസം കൊണ്ടോ ഒരു തലമുറ കൊണ്ടോ മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത്. എങ്കിലും അതിലായി ശ്രമിക്കുന്നത് തെറ്റില്ല. നമുക്ക് ശ്രമിക്കാം. പെട്ടെന്ന് വലിയ ഫലമൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പല രീതിയിലും നോക്കൂ, ഇത് എല്ലായിടത്തുമുണ്ട്. ഒരു രാജ്യത്ത് മാത്രമല്ല. ഇവിടെ ഇത് കുറച്ചുകൂടി പരോക്ഷമായും പരുക്കനായും സംഭവിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഇത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. കാരണം ശരീരത്തിന് ചില സ്വാഭാവികമായ ആഗ്രഹങ്ങളുണ്ട്. അത് തടയാൻ കഴിയില്ല, തടയേണ്ടതുമില്ല. അതിനെ പരിഷ്കരിക്കണം എന്ന് മാത്രം. ശരീരത്തിൻ്റെ സ്വാഭാവികമായ ആവശ്യങ്ങളെയും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെയും തടയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് മാന്യമായ രീതിയിലായിരിക്കണം. എല്ലായിടത്തും അത് അരോചകമായ രീതിയിൽ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ശരിയല്ലേ? ആ പരുക്കനായ ആവിഷ്കാരം എടുത്തു മാറ്റിയാൽ ലൈംഗികത ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി മാറും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ലൈംഗികതയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. അത് ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗമാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ അത് ജീവിതം മുഴുവനായി മാറുമ്പോൾ അതൊരു രോഗമാണ്. പണമോ ലൈംഗികതയോ എന്തുമാകട്ടെ, ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ട കാര്യം ജീവിതം മുഴുവനായി മാറിയാൽ അതിനെയാണ് രോഗമെന്ന് വിളിക്കുന്നത്.